റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് 1 ആവുക, 1 ആവുക, മെനി 1 ആവുക, അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ എപ്പോഴാണ് ബൈജക്റ്റീവ് ആവുക എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ആ ക്ലാസ് കാണാത്തവർ നിർബന്ധമായും ആ ക്ലാസ് ഒന്ന് മുഴുവനായിട്ട് കാണുക. അതിനുശേഷം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിലും നമ്മൾക്ക് 1 1 1 2മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യമാണ് ബോർഡിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. എല്ലാവരും അവിടേക്കൊന്ന് ശ്രദ്ധിക്കുക. Let A equal to set 1 2 3, comma B equal to set 4 5 6 7, and let F is equal to set of all ordered pair 1 4, ordered pair 2 5, ordered pair 3 6, be a function from A to B. Show that F is 1 1. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ചുരുക്കത്തിലുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫങ്ഷൻ നിങ്ങൾക്ക് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. അതാണ് എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നത്. അതിനകത്തുള്ള എലമെൻറ്റുകൾ ഒരേ പെയർ 1 4 2 5 3 6 എന്നിവയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻ 1 1 ആണ് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കുവാനുള്ളത്. അപ്പോൾ ഞാനിവിടെ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഒന്ന് വീണ്ടും എഴുതുകയാണ്. എഫ് എന്ന് പറയുന്നതിൽ ഓർഡേഡ് പെയർ 1 4 ഉണ്ട്, 2 5 ഉണ്ട്, 3 6 ഉണ്ട്. ഈ ഫങ്ഷൻ 1 1 ആവണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിലെ വ്യത്യസ്തമായ ഏത് നമ്പറുകൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇമേജുകൾ വ്യത്യസ്തമായിരിക്കണം. ഇത് നോക്കുക എന്ന് പറയുന്നത് ഇവിടെ വളരെ എളുപ്പമാണ്. ആകെ 3 എലമെൻറ്റുകൾ അല്ലെങ്കിൽ 3 നമ്പറുകൾ മാത്രമേ എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ളൂ. 1 2 3. അപ്പം നമുക്ക് 3ൻ്റെയും ഇമേജുകൾ വ്യത്യസ്തമാണോ എന്ന് ആലോചിച്ചാൽ മതി. അത് നോക്കണമെന്നുണ്ടെങ്കിൽ എവിടെ ശ്രദ്ധിച്ചാൽ മതി? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് തന്നതിലേക്ക് ശ്രദ്ധിക്കുക. 1ൽ നിന്ന് 4ലേക്കാണ് കണക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ 1ൻ്റെ ഇമേജ് ആണ് 4 വരിക, 2ൻ്റെ ഇമേജ് ആണ് 5 വരിക, 3ൻ്റെ ഇമേജ് ആണ് 6 വരിക. എ എന്ന് പറയുന്ന സെറ്റിൽ ആകെ 3 എലമെൻറ്റേ ഉള്ളൂ, 1 ഉം 2 ഉം 3 ഉം. ആ 3 എലമെൻറ്റുകളും നമ്മൾ നോക്കുമ്പോൾ 3 എലമെൻറ്റിൻ്റെയും ഇമേജ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്ന കാര്യം ക്ലിയർലി 1 1 എന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ സെൻറ്റൻസിലൂടെ ഇതിൻ്റെ റീസൺ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ. സിൻസ് എവരി ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ്. എങ്ങനെയാണ് എഴുതുക എന്നൊന്ന് ശ്രദ്ധിക്കൂ. ക്ലിയർലി എഫ് ഈസ് 1 1. സിൻസ് ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞാലാണ് ഇത് പ്രത്യേകം എഴുതേണ്ടത്. ഇവിടെ ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഇല്ല, ക്ലിയർലി എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. റീസൺ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. സിൻസ് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഓഫ് ക്യാപിറ്റൽ എ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഓഫ് ക്യാപിറ്റൽ ബി. എ എന്ന് പറയുന്ന സെറ്റിലെ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസുകളാണ് ഉണ്ടായിരിക്കുക. ആ ഇമേജസുകൾ എവിടെയായിരിക്കും? ബി എന്ന് പറഞ്ഞ കളക്ഷനകത്ത് തന്നെയായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ 1 1 എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ മാത്രമാണ് നമ്മൾ റീസൺ ആയിട്ട് എഴുതി വച്ചിരിക്കുന്നത്. ശരിക്കും എഫ് ഡിഫൈൻ ചെയ്ത തന്നിട്ടുള്ള പ്രത്യേകത ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം? എഫ് എന്ന് പറയുന്നത് 1 1 ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് state whether the function f is 1 1, on 2 or bijective. Justify your answer. താഴെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 ആണോ, ഓൺ 2 ആണോ, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണോ? ഇതിലേതാണ് വരിക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, എന്തുകൊണ്ടാണ് 1 1 ആയത്, അല്ലെങ്കിൽ ഓൺ 2 ആയത്, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആയത് എന്നുള്ളതിൻ്റെ റീസൺ കൃത്യമായിട്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം.
അപ്പോൾ ഇങ്ങനെ ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക വെയിറ്റേജ് ഉണ്ട്. പല ചോദ്യങ്ങളിലും ഇതുപോലെ ജസ്റ്റിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിന് പ്രത്യേക വെയിറ്റേജ് ഉള്ളതാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ അതിൻ്റെ ആൻസർ എഴുതി വെക്കുവാൻ. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പർ സെറ്റിൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 - 4x എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ 1 എന്ന് പറയുന്ന കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ ഫോർ എവരി x1, x2 ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ഇതേ കാര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 1 കാര്യത്തിലേക്ക് പോവുക എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഫോർ എവരി x1, x2 ബിലോങ്സ് ടു, ഇവിടെ റിയൽ നമ്പർ സെറ്റ് എന്ന് റിയൽ നമ്പർ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ x1 ഉം x2 ഉം ഈ സെറ്റിനകത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ എന്താ എഴുതേണ്ടത്? ബിലോങ്സ് ടു R. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 - 4x ആണ്. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ എക്സിന് പകരം എന്ത് എഡിറ്റ് ചെയ്യുക? x1 എന്ന് പറഞ്ഞ കാര്യം എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എഫ് ഓഫ് x1 എഴുതുമ്പോൾ എന്ത് വരും? 3 - 4x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞ കാര്യമാണ് എഴുതുന്നതെങ്കിൽ 3 - 4x2. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ 3 - 4x ആണ്. എഫ് ഓഫ് x1 ആണ് വരുന്നതെങ്കിൽ 3 - 4x1 ആയിട്ട് മാറും. എഫ് ഓഫ് x2 ആണ് വരുന്നതെങ്കിൽ 3 - 4x2 ആയിട്ട് മാറും. അപ്പോൾ അവിടെ വ്യത്യാസം വരുന്നത് 3നോ -4നോ അല്ല, എക്സിന് പകരം എഫ് ഓഫ് x1 എഴുതുമ്പോൾ x1 കൊടുക്കുക, എഫ് ഓഫ് x2 എന്ന് പറഞ്ഞ കാര്യം എടുക്കുമ്പോൾ എക്സിന് പകരം x2 എന്ന് പറയുന്ന കാര്യം എഡിറ്റ് ചെയ്യുക. ഇത്രയാണ് ഇപ്പോൾ നമ്മളവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചതിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ രണ്ടു വശത്തും 3 എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് കാണാം. രണ്ടും പോസിറ്റീവ് സൈനാണ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് എന്താ? -4x1 ഈക്വൽ ടു -4x2. രണ്ട് സൈഡിലും -4 കാണാം. -4കൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി വരുന്നത് എന്താണ്? x1 ഈക്വൽ ടു x2. x1 ഈക്വൽ ടു x2 കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? therefore f is 1 1. അപ്പോൾ 1 1 ആണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഓൺ ടു കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓൺ ടു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൺസിഡർ ആൻ ആർബിട്രറി എലമെന്റ് y ബിലോങ്സ് ടു കോഡൊമൈൻ ആണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ റിയൽ നമ്പർ സെറ്റ് തന്നെയാണ്. അപ്പോൾ കൺസിഡർ ആൻ ആർബിട്രറി എലമെന്റ് y ബിലോങ്സ് ടു R, there exist x in capital R. ഇത് ശരിക്കും ഡൊമൈനകത്താണ് വേണ്ടത്. ഡൊമൈൻ എന്ന് പറയുന്നതും റിയൽ നമ്പർ സെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ R എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൺസിഡർ ആൻ ആർബിട്രറി എലമെന്റ് y ബിലോങ്സ് ടു R, there exist x in R such that f of x equal to y. അതായത് നമ്മൾ ശരിക്കും ഓൺ ടുവിന്റെ ഡെഫിനേഷൻ ആണ് എഴുതിയത്. മറ്റുള്ള ഡെഫിനേഷൻ പ്രകാരം നമ്മൾ എന്ത് പറഞ്ഞു? ഈ R എന്ന് പറയുന്ന സെറ്റിനകത്ത് നിന്നും ആർബിട്രറി ആയിട്ട് ഒരു y ചൂസ് ചെയ്താൽ അതിനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇതിലെ എക്സ് എന്ന് പറയുന്നത് ഡൊമൈനകത്ത് തന്നെ ആയിരിക്കും. ഇവിടെ ഡൊമൈൻ റിയൽ നമ്പർ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ റിയൽ നമ്പർ സെറ്റിനകത്ത് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു എക്സ് എന്ന് പറയുന്നത് ഡൊമൈനിൽ നിന്ന് നമുക്ക് കിട്ടും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ശരിക്കും നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്? 3 - 4x എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ആവണം എന്നുണ്ടെങ്കിൽ 3 - 4x എന്ന് പറയുന്നത് എന്താവണം? വൈ ആയിരിക്കണം. അതായത് -4x ഈക്വൽ ടു y - 3. ഇത് +3 ആണ്. അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് -3 ആയി മാറുന്നു. ഇവിടെ നിന്ന് x എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ -4 × x ആണ് -4x. x മാത്രം എഴുതുമ്പോൾ -4 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോഴാണ് -4 × x എന്ന് പറഞ്ഞ ആശയം നമ്മൾ പറയുക. അതിന് x എഴുതുമ്പോൾ -4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ x is equal to y - 3/-4. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ x എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റിലാണെന്ന് പറഞ്ഞു. y-ക്ക് നിങ്ങൾക്ക് ഇവിടെ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. കാരണം y ബിലോങ്സ് ടു R ആണ്.
ഏത് റിയൽ നമ്പർ കൊടുത്താലും കിട്ടുന്ന ആൻസർ മറ്റൊരു റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിലോങ്സ് ടു ആർ എന്ന് പറയുന്ന കാര്യം പറയാം. ഇതെല്ലായ്പ്പോഴും ശരിയാണോ എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. വൈക്ക് എന്ത് വില കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മറ്റൊരു റിയൽ നമ്പർ ആയിരിക്കും. പോസിറ്റീവ് വാല്യൂ ആയിക്കോട്ടെ, നെഗറ്റീവ് വാല്യൂ ആയിക്കോട്ടെ, റാഷണൽ ആയിക്കോട്ടെ, ഇറാഷണൽ ആയിക്കോട്ടെ, ഏത് നമ്പർ നിങ്ങൾ വൈൻ്റെ സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാലും കിട്ടുന്നത് മറ്റൊരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നതിൽ യാതൊരു വയലേഷനും ഇല്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? നമ്മളെ റിയൽ നമ്പർ സെറ്റിലെ y എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ f(x) = y എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു ചുരുക്ക അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? f എന്ന് പറയുന്ന കാര്യം ഓൺടു ആയിരിക്കും. Therefore f is onto. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു ഈ ഫംഗ്ഷൻ 1 ആണ്. ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഫംഗ്ഷൻ ഓൺടു ആണ്. ഒരു ഫംഗ്ഷൻ 1 ഓൺടും ആണെങ്കിൽ അതിനെ നമുക്ക് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? Therefore f is a bijective function. ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് തൊട്ട് മുകളിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അതായത് 1 ആണെന്ന് തെളിയിച്ചു, ഓൺടു ആണെന്ന് തെളിയിച്ചു. രണ്ടുമായതുകൊണ്ട് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത് f from R to R ഡിഫൈൻഡ് ബൈ f(x) = 1 + x². റിയൽ നമ്പർ സെറ്റിൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്കാണ് f(x) എന്ന് പറയുന്നത് 1 + x² എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു x², x⁴, x⁶ അങ്ങനെ ഈവൺ പവറുകൾ വരുമ്പോൾ നമ്മൾ പോസിറ്റീവായ ഒരു വാല്യൂ എടുക്കുക, അതിൻ്റെ തന്നെ നെഗറ്റീവായ ഒരു വാല്യൂ എടുക്കുക, എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ്റെ വില കണ്ടുപിടിക്കുക. ആ വില കണ്ടുപിടിക്കുമ്പോൾ രണ്ടും ഒരേ ആൻസറാണ് കിട്ടുന്നതെങ്കിൽ ഈ ഫംഗ്ഷൻ പിന്നെ ഒരിക്കലും 1 കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയില്ല. നമുക്കിവിടെയും അതേ ഐഡിയയിലൂടെ ഒന്ന് മുമ്പിലേക്ക് പോയി നോക്കാം. നമുക്ക് റിയൽ നമ്പർ സെറ്റിലെ ഏത് വേണമെങ്കിലും എക്സിൻ്റെ സ്ഥാനത്ത് എടുക്കാം. കാരണം ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റാണ്. അപ്പോൾ ഞാൻ 1 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ f(1) എന്ന് പറയുന്ന കാര്യം നമുക്ക് കണ്ടുപിടിക്കാം. f(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1², അതായത് 1 + 1 വരും, 2 ആൻസർ കിട്ടുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ നെഗറ്റീവ് കാര്യം f(-1), 1 + -1² 1 + 1 = 2. രണ്ടിൻ്റെയും ആൻസർ ഒരേ കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചുരുക്കർത്ഥം എന്താണ്? 1 എന്ന് പറയുന്നതും -1 എന്ന് പറയുന്നതും ഈ കളക്ഷനകത്തുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകളാണ്. പക്ഷെ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിട്ടാണ് വരുന്നത്. ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഒരിക്കലും എന്താവില്ല? 1 ആവുകയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു റീസൺ മുൻപിൽ കാണിച്ചുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 അല്ല എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാണ്. Therefore f is not 1 since f(1) = f(-1) = 2. 1ൻ്റെയും -1ൻ്റെയും ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ഫംഗ്ഷൻ എന്തല്ല? 1 എന്ന് പറഞ്ഞ കാര്യം അല്ല. നമുക്ക് ഇതിൻ്റെ തന്നെ ഓൺടുവിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് പോവാം. ഓൺടുവിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ കൺസിഡർ ആൻ ആർബിട്രറി y belongs to കോഡൊമൈൻ, അതായത് R തന്നെ, കോമ there exists x in domain എന്ന് പറയുന്നത് R തന്നെ, such that f(x) = y. f(x) y ആകുന്ന രീതിയിൽ നമ്മൾക്ക് ഡൊമൈൻ അകത്തു നിന്ന് ഒരു x കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ് വരുന്നത്. ഇനി അത് ശരിയാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. f(x) y ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 + x² എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ x² എന്ന് പറയുന്നത് y-1 ആണ്. x എന്ന് പറയുന്നത് ±√y-1. ഇത് ബിലോങ്സ് ടു R എന്ന് പറഞ്ഞ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുവെങ്കിൽ ഈ ഫംഗ്ഷൻ ഓൺടു ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് നമ്പറിലേക്കാണ് കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. വൈക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് y belongs to R എന്നുള്ളത്. അപ്പോൾ വൈക്ക് ഏത് റിയൽ നമ്പർ കൊടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ -1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 -2 ആണ് വരിക. അപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നു. അതൊരിക്കലും എന്തല്ല? റിയൽ നമ്പർ അല്ല.
അത് കോംപ്ലക്സ് നമ്പറിലേക്കാണ് കണക്ഷൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലായ്പ്പോഴും റിയൽ നമ്പർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം, ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഡസ് നോട്ട് ബിലോങ്സ് ടു ആയതുകൊണ്ട് തന്നെ therefore f ഈസ് നോട്ട് ഓൺ ടു. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 അല്ല, അതുപോലെ ഓൺ ടു അല്ല. നമുക്ക് ഈ സെക്ഷനിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുള്ളതുമായ ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാറ്. ലെറ്റ് എ ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 3. എ എന്ന് പറയുന്ന കളക്ഷന് റിയൽ നമ്പർ സെറ്റിൽ നിന്ന് 3നെ മാത്രം മാറ്റി നിർത്തിയതാണ്. ബി എന്ന് പറയുന്ന കളക്ഷൻ റിയൽ നമ്പർ സെറ്റിൽ നിന്ന് 1നെ മാത്രം മാറ്റി നിർത്തിയതാണ്. ഇങ്ങനെ എയും ബി എന്ന് പറഞ്ഞ 2 കളക്ഷൻ എടുത്തിട്ടുണ്ട്. അതേ കളക്ഷൻസുകളുടെ മുകളിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2/(x-3) എന്ന് പറഞ്ഞ രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ 1 ആണോ ഓൺ ടു ആണോ? അതിന്റെ കാരണം എന്താണ്? നമുക്ക് 1 കാര്യത്തിലേക്ക് ഒന്ന് പോവാം. ഇവിടെയും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഡെഫിനിഷൻ ഉപയോഗിക്കണം? ഫോർ എവരി x1, x2 ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞ ആശയത്തിലൂടെ നമ്മൾ മുമ്പിലേക്ക് പോകണം. തൊട്ട് മുന്നത്തെ ചോദ്യങ്ങളിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്ത് തന്നിട്ട് തന്നെ ഇതേ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 1 ആണ് എന്നുള്ള കാര്യം ചെയ്തിരുന്നു. അതിന് വെയിറ്റേജ് 1 മാർക്കേ ഉള്ളൂ. പക്ഷേ ഇത് ഡിവിഷൻ വരുന്ന രീതിയിലാണ്. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ട് 1 ചെക്ക് ചെയ്യുന്നതിന് മാത്രം 2 മാർക്ക് വെയിറ്റേജ് ആണ്. ഓക്കെ, എന്തായാലും എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുക എന്നുള്ളതൊന്ന് നിങ്ങൾ ഇവിടേക്കൊന്ന് ശ്രദ്ധിക്കുക. ഫോർ എവരി x1, x2 ബിലോങ്സ് ടു. ഇവിടെ ഇങ്ങനെ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡൊമൈൻ വരിക. അപ്പോൾ x1, x2 എവിടെ നിന്ന് എടുക്കേണ്ടത്? എയിൽ നിന്നാണ് എടുക്കേണ്ടത്. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x-2/(x-3) ആണ്. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറയുന്ന കാര്യം എഴുതുമ്പോൾ x1-2/(x1-3). നിങ്ങളിത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. ഇവിടെ എക്സും ഇവിടെയും എക്സ് ആണ്. ഇവിടെ രണ്ടിടത്തിലും എന്തായിട്ടുണ്ട്? x1 ആയിട്ടുണ്ട്. -2 -3 അതുപോലെ അവിടെ കാണാം. അപ്പോൾ ശരിക്കും അവിടെ എഡിറ്റിംഗ് വരുന്നത് എക്സിന് പകരം എന്താക്കുക? x1 ആക്കുക. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞ കാര്യമായി ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സിന് പകരം x2 ആക്കി മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ x2-2/(x2-3). അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഡിവിഷൻ വരുന്ന ഏത് കേസിലാണെങ്കിലും നമ്മൾ 1 ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത്. x1-2 ഇൻറ്റു x2-3 ഈക്വൽ ടു x1-3 ഇൻറ്റു x2-2. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് x1 ഇൻറ്റു x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 x2 വരും. x1 ഇൻറ്റു -3 x1 വരും. -2 ഇൻറ്റു x2 -2 x2 വരും. -2 ഇൻറ്റു -3 +6 വരും. അപ്പോൾ നമ്മൾ ചെയ്ത അതേപോലെ റൈറ്റ് സൈഡിലും ചെയ്യാം. x1 ഇൻറ്റു x2 x1 x2 x1 ഇൻറ്റു -2 -2 x1 -3 ഇൻറ്റു x2 -3 x2 -3 ഇൻറ്റു -2 +6. x1 x2 ഇവിടെ കാണാം, ഇവിടെയും x1 x2 കാണാം. അത് ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഇവിടെ +6 കാണാം, ഇവിടെയും +6 കാണാം. ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ x1ന്റെ ടേമുകൾ കൊണ്ടുവരിക. -3 x1 ഉണ്ട്, അത് ഓൾറെഡി വരുന്നതാണ്, അത് ഞാൻ അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇവിടെയുള്ള -2 x1നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ +2 x1 ഈക്വൽ ടു ഇവിടെയുള്ള x2ന്റെ ടേം -3 x2 അതുപോലെ ഞാൻ എഴുതി. -2 x2നെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ +2 x2, അതായത് -x1 ഈക്വൽ ടു -x2. രണ്ട് സൈഡിലുമുള്ള മൈനസ് നമ്മൾ മാറ്റി നിർത്തിയാൽ x1 ഈക്വൽ ടു x2. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞ കാര്യം കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore f ഈസ് 1 ഓൺ ടു എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ കൺസിഡർ ആൻ ആർബിട്രറി y ബിലോങ്സ് ടു കോഡോമൈൻ ആണ്. കോഡോമൈൻ എന്ന് പറയുന്നത് ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റ് ആണ്. കോമ there exist x in domain എന്ന് പറയുന്നത് ഇവിടെ a എന്ന് പറയുന്ന സെറ്റ് ആണ്. such that f of x equal to y.
അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന കോഡൊമൈനിലെ ഏതൊരു y നമ്മൾ എടുക്കുകയാണെങ്കിലും അതിനെ നമുക്ക് f(x) = y എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ആ കണ്ടീഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ f(x) എന്ന് പറയുന്നത് x-2/x-3 ആണ്. അതെന്താവണം? y തന്നെ ആയിരിക്കണം. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് പോവുകയാണെങ്കിൽ on2 ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് നമ്മൾ പറയും. ഇവിടെ നിന്നും ഇങ്ങനെ ഡിവിഷൻ വരികയും ഇവിടെ ഡിവിഷൻ ഇല്ലാത്ത കാര്യം വരികയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിവിഷനിൽ കിടക്കുന്നതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെങ്ങനെ എഴുതാം? x-2 = y × x-3. ഈ y × x-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ yx - 3y. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സിന്റെ ടൈം ഒക്കെ ഒരു വശത്താവണം. ഇവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ട്, ഞാൻ അതുപോലെ എഴുതി. ഇവിടെയുള്ള പ്ലസ് yx ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ -yx = -3y ഇവിടെ ഉണ്ട്, അതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ -2നെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ +2. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട്. എക്സ് ഞാൻ ഔട്ട്സൈഡ് നിർത്തി. എക്സ് ഔട്ട്സൈഡ് നിർത്തിയാൽ x × 1 - y എന്ന് പറഞ്ഞ് എഴുതാം = -3y + 2. ഇവിടെ നിന്നും എക്സ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കണ്ടെത്തിയാൽ -3y + 2 / 1 - y. ഇനി ഈ പറയുന്ന കാര്യം എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് on2 ആണെന്ന് പറയാം. ഇത് ബിലോങ്സ് ടു എ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം ഡിഫൈൻഡ് അല്ലാതെ പോകുന്നത് താഴെ 0 വരുമ്പോഴാണ്. താഴെ 0 വരണമെന്നുണ്ടെങ്കിൽ y എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഈ y എന്ന് പറഞ്ഞാൽ ശരിക്കും എവിടെ നിന്ന് എടുക്കുന്നതാണ്? ബി എന്ന് പറയുന്ന കളക്ഷനകത്ത് നിന്ന് എടുക്കുന്നതാണ്. ഈ ബിന്റെ പ്രത്യേകത എന്താണ്? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r - set 1 ആണ്. ആ കളക്ഷനകത്ത് ഒരിക്കലും 1 ഇല്ല. 1 ഉണ്ടെങ്കിലല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇവിടെ y-ന് എന്ത് വാല്യൂ വരില്ല? 1 എന്ന് പറഞ്ഞ വാല്യൂ വരില്ല. 1 എന്ന് പറഞ്ഞ വാല്യൂ വരാത്തത് കൊണ്ട് തന്നെ y-ക്ക് മറ്റേത് വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാലും ആ ആൻസർ എവിടെ ഉണ്ടായിരിക്കും? എ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore f is on2. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. Show that an on2 function f from set 1 to 3 to set 1 to 3 is always 1 1. ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊരു on2 ഫംഗ്ഷൻ ആണെങ്കിൽ അത് 1 1 ഫംഗ്ഷൻ കൂടിയാണ് എന്നുള്ളതാണ് ഷോ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു on2 ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ on2 ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇവിടെ സെറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. സെറ്റ് 1 2 3 ടു സെറ്റ് 1 2 3 ആണ്. അപ്പോൾ ഏത് സെറ്റാണോ നമ്മൾ എടുക്കുന്നത് അതേ സെറ്റിലേക്ക് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആ സെറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അത് ഫൈനൈറ്റ് സെറ്റാണ്. കാരണം ഇതിലെ എലമെന്റുകൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഫൈനൈറ്റ് സെറ്റിൽ നിന്നും അതേ ഫൈനൈറ്റ് സെറ്റിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു on2 ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 1 കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ +1 കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ കോൺട്രഡിക്ഷൻ മെത്തേഡിലൂടെ നമ്മൾ തെളിയിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്താണോ തെളിയിക്കാനുള്ളത് അതിൻ്റെ നേരെ വിപരീതമായ കാര്യം നമ്മൾ ചിന്തിക്കും. അവിടെ നിങ്ങൾ പഠിച്ചത് √2 ഇറാഷണൽ ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂം ദാറ്റ് √2 ഈസ് റാഷണൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതേ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇത് തെളിയിക്കാൻ വേണ്ടി പോകുന്നത്. കൺസിഡർ ചെയ്യുന്നത് നമ്മളൊരു on2 ഫംഗ്ഷൻ തന്നെയാണ്. ആ on2 ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 അല്ല എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 നിന്ന് 1 2 3 ഉണ്ട്. അത് ഒരു on2 ഫംഗ്ഷൻ ആണ്, പക്ഷെ അത് 1 1 അല്ല എന്ന് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 2 3 3 എലമെന്റുകളാണ് ഇവിടെ ഉള്ളത്. അതേ സെറ്റിലേക്ക് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അവിടെയും 1 2 3 എന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിപ്പോൾ നമ്മളൊരു എക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതും എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ളതാണ് എന്ത് വരുന്നത്? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം? on2 ഫംഗ്ഷൻ ആയിരിക്കണം. on2 ഫംഗ്ഷൻ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ ശരിക്കും എന്താണ്? ഈ കളക്ഷനകത്തുള്ള എല്ലാ എലമെന്റുകളിലേക്കും മിനിമം ഒരു വരയെങ്കിലും വന്നിട്ടുണ്ടാവണം. ഒന്നിൽ കൂടുതൽ വന്നാലും കുഴപ്പമൊന്നുമില്ല,
മിനിമം ഒരു വരയെങ്കിലും വന്നിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ ഇത് ഓൺ ടു ഫംഗ്ഷൻ ആവുകയുള്ളൂ. ഞാനിവിടെ ഒരു കാര്യം എടുക്കുകയാണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 അല്ല എന്ന് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എഫ് ഫ്രം എക്സ് ടു എക്സ് എന്ന് പറയുന്നത് ഈസ് നോട്ട് 1 അല്ല എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആശയത്തിൽ നിന്ന് മുൻപിലേക്ക് ചെയ്തു പോകുമ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയാൽ നമ്മൾ പറയും ഇത് 1 അല്ല എന്ന് പറഞ്ഞെടുത്തതാണ് ഇതിൻ്റെ ഒക്കെ പ്രശ്നം. അപ്പോൾ 1 ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾക്ക് 1 ആണ് എന്നുള്ളതാണ് തെളിയിക്കാനുള്ളത്. നമ്മളല്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ 1 അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടേക്കാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിലെ ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റിലേക്ക് വരിക. അതിലെ വ്യത്യസ്തമായ നമ്പറുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആകുമ്പോഴാണ് 1 ആവുക. പക്ഷെ ഇവിടെ അല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെയുള്ള ഏതെങ്കിലും 2 നമ്പറുകൾ ഒരേ ഇമേജാണ്. അപ്പം ഞാനതൊന്ന് നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി 1 എന്ന് പറയുന്നത് 2ലേക്ക് വരയ്ക്കുകയാണ്, 2 എന്ന് പറയുന്നത് 2ലേക്ക് വരയ്ക്കുകയാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, 3 എന്ന് പറയുന്നതിന് നമുക്ക് ഏതിലേക്ക് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. 3നെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് 1ലേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ 3ലേക്ക് വരയ്ക്കാം. എവിടേക്കെങ്കിലും ഒരുത്തിലേക്ക് വരയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത, ഇവിടെയുള്ള നമ്പറുകൾക്ക് ഒരേ ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇനി 3 എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് 3ലേക്ക് ജോയിൻ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇത് മായ്ച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1ലേക്ക് ജോയിൻ ചെയ്യാം. എങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1നും 2വിനും ഒരേ ഇമേജ് ആണ്. അതുകൊണ്ട് 1 അല്ല എന്നുള്ള കാര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കത് പറയാം. 3 എന്ന് പറയുന്നതിനെ നമുക്ക് 3ലേക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ 3നെ 1ലേക്ക് കണക്ട് ചെയ്യാം. എങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ അപ്പുറത്തെ വശം ഒന്ന് നോക്കൂ. ഈ എക്സ് എന്ന് പറയുന്ന സെറ്റിലെ ഇപ്പൊ നമ്മൾ 3നെ 3ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ 1 എന്ന് പറയുന്നതിലേക്ക് ഒരു ബന്ധം പോലും വന്നിട്ടില്ല. ഒരു ബന്ധം പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ ആ ഫംഗ്ഷൻ എന്താവില്ല, എഫ് ഈസ് നോട്ട് ഓൺ ടു. 1 അല്ല എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താ, ഓൺ ടു അല്ല എന്നാണ് കിട്ടിയത്. ഈ ഓൺ ടു അല്ലാതിരിക്കാനുള്ള കാരണം എന്താ, 1 അല്ല എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്തമായ എലമെന്റുകൾക്ക് ഒരേ ഇമേജ് വരും. ഇത് 1നും 2നും തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2നും 3നും ആയിട്ട് വരയ്ക്കാം. പക്ഷെ 2 എലമെന്റിന് ഒരേ ഇമേജ് ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ ഒരേ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത് കിടക്കുന്ന ആ ഒരു എലമെന്റിനെ അപ്പുറത്തെ ഏതെങ്കിലും ഒന്നുമായിട്ട് നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ സെറ്റ് 1 2 3 എന്ന് പറയുന്നതിലെ ഏതെങ്കിലും 2 എലമെന്റുമായി മാത്രമേ നിങ്ങൾക്ക് ആരോ മാർക്കിലൂടെ അതിനെ ബന്ധപ്പെടുത്താൻ വേണ്ടി പറ്റൂ. ഒരു എലമെന്റ് എപ്പോഴും മാറി നിൽക്കും. ആ ഒരു എലമെന്റ് മാറി നിന്നാൽ ആ ഫംഗ്ഷൻ ഒരിക്കലും എന്താവില്ല, ഓൺ ടു ആവില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യം എന്താ, എഫ് ഈസ് നോട്ട് ഓൺ ടു. അപ്പോൾ 1 അല്ല എന്ന് എടുത്തത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ അത് ഓൺ ടു അല്ല എന്ന് കിട്ടി. അപ്പൊ നമ്മൾ നേരെ തിരിഞ്ഞു ചിന്തിക്കുക. എഫ് എന്ന് പറയുന്നത് 1 ആയിരുന്നുവെങ്കിൽ എഫ് എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും, ഓൺ ടു ആയിരിക്കും. ഇത് ശരിക്ക് എഫ് ഈസ് നോട്ട് ഓൺ ടു എന്ന് കിട്ടിയാൽ അതെന്താണ് ശരിക്കും, ഒരു കോൺട്രഡിക്ഷനാണ്. കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു എഫ് എന്ന് പറയുന്നത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്, അത് 1 ആണെന്ന് കൂടി നമുക്ക് തെളിയിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ആണ് എന്നുള്ളത് മാത്രമല്ല, അതൊരു ഓൺ ടു ഫംഗ്ഷൻ കൂടിയാണ്. അപ്പോൾ ആ ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുമ്പിലേക്ക് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് 1 അല്ല എന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓൺ ടു അല്ല എന്നാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ പറയുന്നു ഓൺ ടു ആണ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് തുടങ്ങിപ്പോരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു കോൺട്രഡിക്ഷനാണ്. ഈ ഒരു കോൺട്രഡിക്ഷൻ വന്നത് കൊണ്ട് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കും. നമ്മൾ എടുത്തിരുന്നത് എഫ് എന്ന് പറയുന്നത് 1 ആണ് എന്നാണ് എടുത്തിരുന്നതെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഓൺ ടു ആണെന്ന് നമുക്ക് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം എന്തേ ഉള്ളൂ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും അത് 1 ഫംഗ്ഷൻ കൂടി ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടാനുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. ഷോ ദാറ്റ് എ 1 ഫംഗ്ഷൻ എഫ് ഫ്രം സെറ്റ് 1 2 3 ടു സെറ്റ് 1 2 3 മസ്റ്റ് ബി ഓൺ ടു. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ
സെറ്റ് 1 2 3യിൽ നിന്ന് അതേ സെറ്റിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷൻ 1 1 ആണ് എങ്കിൽ നിർബന്ധമായി അത് ഓൺ ടു ആയിരിക്കും. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കാം. ഫസ്റ്റ് കളക്ഷനകത്ത് 3 എലമെന്റ് ആണ് സെറ്റ് 1 2 3. അടുത്ത കളക്ഷനകത്ത് 3 എലമെന്റ് ആണ് സെറ്റ് 1 2 3. ഇതിനെ ഞാൻ ഒരു എക്സ് ആയിട്ടും, അപ്പോൾ ഇതും എക്സ് ആയിട്ട് തന്നെയാണ് വരിക. അപ്പോൾ എക്സിൽ നിന്ന് എക്സിലേക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ആകുന്ന രീതിയിലാണ് ഡിഫൈൻ ചെയ്യുക. 1 1 ആകുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല മാർഗങ്ങളിലൂടെ ഡിഫൈൻ ചെയ്യാം. പക്ഷേ 1 1 ആവണം എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. 1 എന്ന് പറയുന്നതിനെ 3ലേക്ക് കണക്ട് ചെയ്യുന്നു, 2വിനെ 2ലേക്ക് കണക്ട് ചെയ്യുന്നു, 3നെ 1ലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇതിലെ വ്യത്യസ്തമായ ഏത് നമ്പർ നിങ്ങൾ എടുത്താലും അതിൻ്റെ ഇമേജുകൾ വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. നമുക്ക് പറയാനുള്ളത് എന്താ? ഇത് ഓൺ ടു കൂടിയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് 1 1 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള 3 എലമെന്റുകൾക്ക് 3 വ്യത്യസ്ത ഇമേജസ് ഉണ്ടായിരിക്കും. അപ്പുറത്തെ സെറ്റിനകത്ത് എത്ര ഉള്ളൂ? ആകെ 3 നമ്പറുകൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ 3 നമ്പറുകൾക്ക് അപ്പുറത്തുള്ള 3 നമ്പറിലേക്ക് നിർബന്ധമായും ആരോ മാർക്കുകൾ വന്നിട്ടുണ്ടാവണം, എങ്കിലേ ഇത് 1 1 തന്നെ ആവുള്ളൂ. ഇനി നിങ്ങൾ തിരിച്ചിട്ടൊന്ന് ആലോചിച്ചാലോ. 1 1 ആണെന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടത്തെ 3 നമ്പറുകൾക്ക് അവിടുത്തെ 3 നമ്പറിലേക്ക് ഓരോ ആരോ മാർക്ക് വന്നിട്ടുണ്ടാവും. ഓൺ ടു ആണോ എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാത്തിലേക്കും ആരോ മാർക്ക് വന്നിട്ടുണ്ടോ നോക്കിയാൽ പോരെ. ആരോ ഡയഗ്രത്തിലൂടെ പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് അങ്ങനെ ആലോചിച്ചാൽ മതി. എല്ലാത്തിലേക്കും എന്ത് വരും? ഓരോ ആരോ മാർക്കുകൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? എഫ് എന്ന് പറയുന്നത് ഒരു 1 1 ഫംഗ്ഷൻ ആണ് വരുന്നതെങ്കിൽ അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ 2 സെറ്റും ഒരേ സെറ്റ് തന്നെയാണ്, കൂടാതെ ഇത് ഫൈനൈറ്റ് സെറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഒരു 1 1 ഫംഗ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായും ആ ഫംഗ്ഷൻ എന്തുകൂടി ആയിരിക്കും? ഓൺ ടു ആയിരിക്കും. ഈ 2 എക്സാമ്പിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സെറ്റ് എന്ന് പറയുന്നത് ഒരേ സെറ്റാണ്. നമ്മൾ എടുക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് കളക്ഷൻസുകളാണ്. അവിടെയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മുൻപിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ 2 എക്സാമ്പിളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു ഫൈനൈറ്റ് സെറ്റിൽ നിന്നും അതേ ഫൈനൈറ്റ് സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യാം. ആ ഫംഗ്ഷൻ 1 1 ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും അത് ഓൺ ടു ആയിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിന് മുമ്പേ പറഞ്ഞതോ, എഫ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ അത് എല്ലായ്പ്പോഴും 1 1 ഫംഗ്ഷൻ ആയിരിക്കും. ഇത് ഫൈനൈറ്റ് സെറ്റിലാണ് നിലനിൽക്കുക. ഇൻഫൈനൈറ്റ് സെറ്റിലേക്ക് പോകുമ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ഈ ഒരു തിയറി ഭാഗം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെയും ഫൈനൈറ്റ് സെറ്റിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്. ശരിക്കും ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഫൈനൈറ്റ് സെറ്റിൽ മാത്രമേ ഈ പറഞ്ഞ കണ്ടീഷൻ നിലനിൽക്കുന്നുള്ളൂ. ഇൻഫൈനൈറ്റ് സെറ്റിൽ ഇല്ല എന്നതിൻ്റെ എക്സാമ്പിൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തതാണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്നിൽ നിന്ന് എന്നിലേക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ തെളിയിച്ചത് എഫ് ഈസ് 1 1 നോട്ട് ഓൺ ടു. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്തതാണ്. എഫ് എന്ന് പറയുന്ന എന്നിൽ നിന്ന് എന്നിലേക്ക് ഡിഫൈൻ ചെയ്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ തെളിയിച്ചത് എഫ് 1 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, n ടു n ആണ്, ഒരേ സെറ്റാ. പക്ഷെ രണ്ടും പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സെറ്റ് നമ്മൾ പറഞ്ഞാൽ മതി, കാരണം അതേ സെറ്റിലേക്ക് തന്നെ അല്ലേ പറയുന്നത്. ഇത് ഇൻഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ ഇൻഫൈനൈറ്റ് സെറ്റിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, എഫ് 1 1 ആണെന്നുണ്ടെങ്കിൽ അത് ഓൺ ടു ആണെന്നൊരു നിർബന്ധമില്ല. ഇവിടെ എന്താ പറയുന്നത്? എഫ് 1 1 ആണ് വരുന്നതെങ്കിൽ അത് ഓൺ ടു കൂടി ആയിരിക്കും എന്നാണ്, മസ്റ്റ് ബി ഓൺ ടു എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെ വേണമെന്നില്ല. അപ്പോൾ ഇൻഫൈനൈറ്റ് സെറ്റിലുള്ള ഒരു കൗണ്ടർ എക്സാമ്പിൾ ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇതേപോലെ മറ്റൊരു എക്സാമ്പിൾ, എഫ് ഫ്രം n ടു n ഡിഫൈൻഡ് ബൈ f of 1 equal to f of 2 equal to 1 and f of x equal to x minus 1 if x greater than 2. ഇങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തിരുന്നു. ഈ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞത് f is on 2 but not 1 1. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തത് തന്നെയാണ്, തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എന്നിൽ നിന്ന് എന്നിലേക്കാണ്, ഇൻഫൈനൈറ്റ് സെറ്റിൽ നിന്നും അത് ഇൻഫൈനൈറ്റ് സെറ്റിലേക്കാണ്. എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 2ഉം 1 ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓൺ ടു ആണ്.
പക്ഷെ അതെന്തല്ല 1 1 അല്ല എന്നുള്ളതാണ്. തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫൈനൈറ്റ് സെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഓൾവേസ് എന്തായിരിക്കും 1 1 കൂടി ആയിരിക്കും. എന്നാൽ ഇൻഫൈനൈറ്റ് സെറ്റിൽ അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഈ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഇൻഫൈനൈറ്റ് സെറ്റും ഫൈനൈറ്റ് സെറ്റും തമ്മിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കോമ്പോസിഷൻ ഓഫ് ടു ഫങ്ഷൻസ് എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എങ്ങനെ രണ്ട് ഫങ്ഷൻസുകളെ തമ്മിൽ നമുക്ക് കോമ്പോസിറ്റ് ചെയ്യാം. ഈ കോമ്പോസിഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. ആ എക്സാമ്പിൾ പറയുന്നതിന് വേണ്ടി 3 കളക്ഷൻസുകളാണ് എടുക്കുന്നത്. ആ 3 കളക്ഷൻസുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടേക്കൊന്ന് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന കളക്ഷൻ, സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഹു അപ്പിയർഡ് ഇൻ ക്ലാസ് +2 ഓഫ് എ ബോർഡ് എക്സാമിനേഷൻ. ഒരു ബോർഡ് എക്സാമിനേഷനിൽ +2 ക്ലാസ്സിലെ എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത കുട്ടികളുടെ കളക്ഷനാണ്. ബി എന്ന് പറഞ്ഞ കളക്ഷൻ, സെറ്റ് ഓഫ് ആൾ റോൾ നമ്പേഴ്സ്. ഈ എക്സാമിനേഷന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോൾ നമ്പേഴ്സ് അഥവാ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, റോൾ നമ്പേഴ്സ് അഥവാ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട്. ബി എന്ന് പറയുന്നത് ആ ഓരോ കുട്ടിയുടെയും രജിസ്റ്റർ നമ്പറുകളുടെ എല്ലാം കളക്ഷൻസുകളാണ്. സി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ കോഡ് നമ്പേഴ്സ്. പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ കുട്ടിയുടെയും പേപ്പറിന് കോഡ് നമ്പേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കുട്ടിക്കും കൊടുത്തിട്ടുള്ള കോഡ് നമ്പേഴ്സുകളുടെ കളക്ഷനാണ് സി എന്ന് പറയുന്ന സെറ്റ് വരുന്നത്. ഈ കളക്ഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് 2 ഫങ്ഷൻസുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എ ഈക്വൽ ടു ദ റോൾ നമ്പർ അസൈൻ ടു ദ സ്റ്റുഡൻറ് എ. എഫ് ഓഫ് എ എന്ന് പറയുന്ന കാര്യമാണ് എടുക്കുന്നതെങ്കിൽ ആ എ എന്ന് പറയുന്ന കുട്ടിക്ക് അസൈൻ ചെയ്തിട്ടുള്ള റോൾ നമ്പർ ആണ് അവിടെ നമ്മൾ ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ അത് ബിയിൽ നിന്ന് സിയിലേക്കാണ്. ജി ഓഫ് ബി എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. ഇതിന്റെ കണ്ടീഷൻ ദ കോഡ് നമ്പർ അസൈൻ ടു ദ റോൾ നമ്പർ ബി. ബി എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ അഥവാ റോൾ നമ്പർ ഉള്ള കുട്ടിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന കോഡ് നമ്പറാണ് ഫംഗ്ഷൻ ആയിട്ട് അവിടെ ഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. അതായത് ജി ഓഫ് ബി എന്ന് പറഞ്ഞ കാര്യമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഫംഗ്ഷന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഈ 2 ഫംഗ്ഷന്റെയും കോമ്പിനേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്നതിൽ +2 ക്ലാസ്സിൽ പഠിക്കുന്ന ബോർഡ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത കുട്ടികളുടെ കളക്ഷനാണ് എ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പിയർ ചെയ്ത ഓരോ കുട്ടിയുടെയും രജിസ്റ്റർ നമ്പറിന്റെ കളക്ഷനാണ് ബി എന്ന് പറഞ്ഞ കാര്യം. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, ഏത് കുട്ടിയാണോ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ആ കുട്ടിയുടെ റോൾ നമ്പർ ആണ് ഇവിടെ ഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. ജിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴോ ബിയിൽ നിന്ന് സിയിലേക്കാണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോൾ നമ്പേഴ്സിന്റെ കളക്ഷനാണ്. സി എന്ന് പറഞ്ഞാൽ കോഡ് നമ്പേഴ്സിന്റെ കളക്ഷനാണ്. ഏത് കുട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ഏത് കുട്ടിയുടെ ആൻസർ ഷീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു കോഡ് നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, രജിസ്റ്റർ നമ്പർ അഥവാ റോൾ നമ്പർ ഉള്ള ഏത് കുട്ടിക്കും എന്ത് വരും, ഒരു കോഡ് നമ്പർ വരും. ഇത് ഉറപ്പാണ്. ആ കോഡ് നമ്പറിലേക്കുള്ള കണക്ഷനാണ് ജി ഓഫ് ബി എന്ന് പറഞ്ഞ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ കോഡ് നമ്പർ അസൈൻഡ് ടു ദ റോൾ നമ്പർ ബി. ബി എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ ആണ് അല്ലെങ്കിൽ റോൾ നമ്പർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ റോൾ നമ്പറിന് അസൈൻ ചെയ്തിരിക്കുന്ന കോഡ് നമ്പറിലേക്കാണ് ജി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഏത് കുട്ടിയെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ഏത് രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ ഉള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് ഒരു കോഡ് നമ്പർ ഉണ്ടാവും. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത +2 ക്ലാസ്സിലെ ഏത് കുട്ടിയെ നമ്മൾ എടുക്കുകയാണെങ്കിലും ആ കുട്ടികൾക്ക് ഒരു കോഡ് നമ്പർ ഉണ്ടായിരിക്കും. ലാസ്റ്റ് എഴുതി നോക്കൂ, ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദീസ് 2 ഫങ്ഷൻസ്. ഈ 2 ഫംഗ്ഷന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈച്ച് സ്റ്റുഡൻറ് ഈസ് ഇവഞ്ച്വലി അറ്റാച്ച്ഡ് എ കോഡ് നമ്പർ. ഏത് കുട്ടിയെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ കുട്ടീനെ ഒരു കോഡ് നമ്പറുമായിട്ട് എന്ത് ചെയ്തിട്ട് കാണാം, കണക്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ശരിക്കും ഇവിടെ 2 ഫങ്ഷൻസിൻ്റെ കോമ്പിനേഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ആ കാര്യത്തിലേക്ക് എത്തുന്നത്. ഇത് നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു പോയെന്നുള്ളൂ. ഒരു കുട്ടി ബോർഡ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം.
ആ രജിസ്റ്റർ നമ്പറിൽ ഉള്ള കുട്ടിയുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നതിന് മുൻപേ അതിനൊരു കോഡ് നമ്പർ അസൈൻ ചെയ്യാറുണ്ട്. ഇത് വാല്യുവേഷൻ്റെ പ്രോസസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത ഏത് കുട്ടിയെ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. രജിസ്റ്റർ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് കോഡ് നമ്പർ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ എന്താണ്, ഏത് കുട്ടിയെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ആ കുട്ടിയുമായി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു കോഡ് നമ്പർ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് അവിടെ കോമ്പിനേഷൻ വരുന്നത്. നമുക്ക് ഇത്ര ലെങ്ത് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡെഫിനിഷനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. ഡെഫിനിഷനിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ. ലെറ്റ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ബി ടു ഫങ്ഷൻസ്. രണ്ട് ഫങ്ഷൻസുകളുണ്ട്. ഒന്ന് എയിൽ നിന്ന് ബിയിലേക്കാണ്, മറ്റൊരു ഫങ്ഷൻ ബിയിൽ നിന്ന് സിയിലേക്കാണ്. Then the composition of f and g is denoted by g composite f. ഈ രണ്ട് ഫങ്ഷൻസുകൾ തമ്മിലുള്ള കോമ്പോസിഷൻ എന്നത് ഡിനോട്ട് ചെയ്യുന്നത് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫങ്ഷൻ ജി കോമ്പോസിറ്റ് എഫ് ഫ്രം എ ടു സി. ഈ രണ്ട് ഫങ്ഷൻസുകളുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക. അത് മറ്റൊരു ഫങ്ഷനാണ്, അത് എയിൽ നിന്നും സിയിലേക്കായിരിക്കും. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് G composite f of x equal to g of f of x for every x belongs to a. A എന്ന് പറയുന്ന സെറ്റിലെ ഏത് എക്സുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ രീതിയിലാണ് ആ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒന്ന് ആലോചിക്കുമ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഉണ്ട്, സി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുന്നുണ്ട്, അത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതേ ബിയിൽ നിന്ന് സിയിലേക്ക് മറ്റൊരു ഫംഗ്ഷൻ എടുക്കുന്നുണ്ട്, അത് ജി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും കോമ്പോസിഷൻ എന്ന് പറയുന്നത് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക. അത് മറ്റൊരു ഫംഗ്ഷനാണ്, അത് എയിൽ നിന്നും സിയിലേക്കായിരിക്കും. അതായത് എയിൽ നിന്ന് സിയിലേക്കാണ് ഫംഗ്ഷൻ വരിക. അത് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞ കാര്യമാണ്. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഈ ഒരു കാര്യം, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി അറ്റാച്ച് ചെയ്ത് പഠിക്കുക. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ എക്സ് എന്ന് പറയുന്നത് ആദ്യം ആക്ട് ആവുന്നത് എഫുമായിട്ടാണ്, അതിനുശേഷമാണ് ജിയുമായി ആക്ട് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഇതേ കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ എക്സ് ആദ്യം ആക്ട് ആവുന്നത് ജിയിലാണ്, അതിനുശേഷമാണ് എഫിലേക്ക് വരുള്ളൂ. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ജി ഓഫ് എക്സ് ഫോർ എവരി, അതിൻ്റെ സിമ്പിളാണ് അത്, ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഒരു സെക്ഷനിൽ നോട്ട് ചെയ്യാനുള്ളത്. നമുക്ക് എഫ് കോമ്പോസിറ്റ് ജി കാണാനും ചോദ്യം വരാറുണ്ട്, ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞ കാര്യം കാണാനും ചോദ്യം വരാറുണ്ട്. ഡെഫിനിഷൻ പറയുമ്പോൾ ജി കോമ്പോസിറ്റ് എഫ് ആണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിച്ചാൽ മതി, എ ബി സി എന്ന് പറഞ്ഞ 3 സെറ്റുകളുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് എഫ് ഡിഫൈൻ ചെയ്തു, ബിയിൽ നിന്ന് സിയിലേക്ക് ജി ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവയുടെ കോമ്പോസിഷൻ എയിൽ നിന്ന് സിയിലേക്കായിരിക്കും. അത് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ. അതേപോലെ നമുക്ക് ഈ ഒരു കാര്യം കൂടി ഓർമ്മയിൽ വെക്കാം. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ. അപ്പം നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഡെഫിനിഷൻ നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തി. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ വർക്ക് ചെയ്യാനുണ്ട്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത ക്ലാസ് നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ വർക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ ഡെഫിനിഷൻ കൃത്യമായി മനസ്സിലാക്കുക. അതായത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വെച്ചാൽ മതി. എയിൽ നിന്ന് ബിയിലേക്ക് എഫ്, ബിയിൽ നിന്ന് സിയിലേക്ക് ജി. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷനാണ് ഇവയുടെ കോമ്പോസിഷനായ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്നത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതുപോലെ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നു. ഈ കാര്യം ഒന്ന് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചു വെക്കണം.
ഇതിൻ്റെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.